ദുനിയാവിലുള്ള ഈ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ തേടിയെത്തും. ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനും ഈമാനികമായ കരുത്തുകൊണ്ട് നേരിടാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നാം വിജയികളായി തീരുന്നത്. നമ്മുടെ പൂർവ്വസൂരികളൊക്കെ റബ്ബിനോട്, മുൻഗാമികൾ എപ്പോഴും വിജയിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന നല്ല 4 ദുആകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ 4 ദുആകള് ജീവിതാന്ത്യം വിജയിക്കാനും പരലോകം രക്ഷപ്പെടാനും സ്വർഗം പ്രവേശിക്കാനും സാധ്യമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഏത് ആംഗിളിലൂടെയാണ് നമ്മുടെ ആശയം പോകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ തിരിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെയൊക്കെ നാം പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും നമ്മൾ ഉൽഹിയ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴൊക്കെ നോക്കിയാൽ അതിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് മഹാനരായ ഹളറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഓർമ്മകളാണല്ലേ. പുണ്യമായ പരിശുദ്ധമായ കഅബ, സംസം കിണർ, അതേപോലെ തന്നെ സായ്, മിനായിലെ കല്ലെറിയലുകൾ അല്ലെ. എല്ലാ കർമ്മങ്ങളിലും ഉൽഹിയ്യത്ത് കർമ്മം ഉൾപ്പെടെ എല്ലാ കർമ്മങ്ങളും എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് ഹജ്ജിലൂടെ, ഉൽഹിയ്യത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അവരെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്കിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ഇത്രയേറെ ഓർക്കുന്ന മറ്റൊരു പ്രവാചകരെയും കാണാൻ സാധിക്കൂല അല്ലേ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അമലായ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലായ നിസ്കാരം നിങ്ങൾ എടുത്തു നോക്കൂ. ആ നിസ്കാരത്തില് 4 തവണയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയുന്നത്. നമ്മൾ അത്തഹിയ്യാത്ത് ഓതിയിട്ട് അതിന് ശേഷമുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ, അതിന്റെ പേരെന്നെ അങ്ങനെയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് അല്ലേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ 4 തവണ അതിൽ പറയുന്നുണ്ട്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധാരാളമായിട്ട് നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിൽ തന്നെ നമ്മൾ എത്ര തവണ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് മയ്യത്ത് നിസ്കരിക്കുമ്പോഴും ഹജ്ജ് ഉംറയുടെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒക്കെ നമ്മൾ എല്ലാ സമയത്തും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അതേസമയം മറ്റു അംബിയാക്കൾ, ശുഹദാക്കൾ, ഔലിയാക്കൾ, സജ്ജനങ്ങൾ അവരെല്ലാം ഒറ്റ വാചകത്തിൽ ഒതുക്കിയാണ് നാം പറയുന്നത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുള്ളത്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ഓരോരുത്തരും സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് 2 കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു? വരും തലമുറയിൽ നല്ല സ്മരണയുണ്ടാകണം, ആ സ്മരണ നിലനിർത്തണം എന്ന് മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനാണ് അങ്ങനെ ദുആ ചെയ്തത് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോക മുസ്ലിമീങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന ആ സ്ഥാനത്തിലേക്ക് എത്താൻ കാരണം മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ നമുക്കറിയാം. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് 4 ദുആ മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ വളരെ പ്രധാനപ്പെട്ട ദുആകൾ ഏതൊക്കെയാണ്? ഒന്ന്, അള്ളാഹു മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ
ജ്ഞാനം നൽകുക എന്നുള്ളത്, ഹിക്മത്തുകളെ കൊടുക്കുക എന്നുള്ളത്. അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അള്ളാഹു എനിക്ക് ഹിക്മത്ത് നൽകണേ, ഭൗതിക ലോകത്തെ ജ്ഞാനങ്ങൾ നൽകണേ, രഹസ്യങ്ങള്, അതിൻ്റെ അറിവുകൾ, അത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകാൻ വേണ്ടി എല്ലാ ഹിക്മത്തുകളും, ഭൗതികവും അഭൗതികവുമായ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളും, എല്ലാ രഹസ്യങ്ങളും, എല്ലാ ഹിക്മത്തുകളും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകണേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിരുന്നു. അതാണ് ഒന്ന്. നമ്മളെപ്പോഴും അതേപോലെ ദുആ ചെയ്യണം. ഒന്നാമത്തെ ദുആ അതാണ്, റബ്ബി ഹബ്ലി ഹുക്മ. രണ്ടാമത്തേത് ഏതാ? വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്താ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ? സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ. അത് സാധാരണ നമ്മുടെ ദുആയിൽ വരാറുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോൾ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് ദുആ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ അർവാഹകള്, അത് സ്വാലിഹീങ്ങളുടെ അർവാഹകളുള്ള ആ സ്ഥാനത്തേക്ക്, അവിടേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ രണ്ട് ദുആകൾ മനസ്സിലായല്ലോ. മൂന്നാമത്തത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്, വജഅൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വരും തലമുറയിലെ ശേഷക്കാരിലെ നല്ല രൂപത്തിൽ സംസാരം, സത്യമായ സംസാരം, നല്ല രൂപത്തിലുള്ള സംസാരം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ആ സ്മരണ അത് നിലനിർത്തണം എന്ന രൂപത്തിൽ മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തത്, ശേഷം വരുന്ന തലമുറ എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നുള്ളത്. എന്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തത്? ശേഷമുള്ള ഒരു തലമുറ എന്നെ കുറിച്ച് നല്ലത് പറയണം. ശേഷം ഇപ്പൊ നമ്മള് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ സമയത്തും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ചു. മാത്രമല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നന്മകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? നല്ല രൂപത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ എന്റെ ശേഷം വരണം, ആ രൂപത്തിലേക്ക് ആക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനങ്ങനെ ദുആ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താ? വഫാത്തിന് ശേഷം മഹത്തുക്കളോടൊപ്പം ചേർക്കണം എന്നതിന്റെ എന്താ ഒരു അർത്ഥം എന്താ? സ്വർഗം തരണം എന്നുള്ളതാണല്ലോ. അപ്പോ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തതെന്നറിയോ? ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണമുണ്ട്. ആ കാരണം നമ്മുടെ മരണശേഷം നമ്മെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് നമുക്ക് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നന്മയാണോ പറയുന്നത്, അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും. നമ്മെക്കുറിച്ച് തിന്മയാണോ പറയുന്നത്, നരകത്തിൽ പ്രവേശിക്കാനും അത് കാരണമായേക്കാം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോ മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധാരാളമായിട്ട് ഓർക്കാനുണ്ടായ കാരണം അതിൽ ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്, അത് മുഴുവനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തിൽ ചെയ്തു. തുല്യതയില്ലാത്ത ത്യാഗ പരിശ്രമങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സംഭവിച്ചു. അതനുസരിച്ച് അള്ളാഹു അവരുടെ ഓർമ്മകളെ ഉയർത്തിവെച്ചു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എങ്ങനെ വരുമ്പോഴും അതിനെ തരണം ചെയ്യാനും അതിനെ വിജയിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ അള്ളാഹു നമ്മെ അങ്ങ് ഉയർത്തും എന്നുള്ളതാണ്. എത്ര ഉദാഹരണങ്ങൾ അതിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഒറ്റയ്ക്ക് ഒരു തരി പോലും വെള്ളമില്ലാത്ത, ഒരു പച്ചപ്പിന്റെ അംശം പോലും ഇല്ലാത്ത മക്കയിലെ ഒറ്റപ്പെട്ട മൊട്ടക്കുന്നുകളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനരായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വൈമനസ്യവുമില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്നത് നാം കാണുകയാണ്, നാം അറിയുകയാണ്.
മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു എന്തു പറഞ്ഞോ അതനുസരിച്ചു. ഏതാണ് ആ അവസ്ഥ നോക്കണം. 90 വർഷക്കാലം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട് അവസാനം മക്കളുണ്ടായിട്ട് ആ മകനെയും ഹാജർ ബീവിയെയും അവിടെ കൊണ്ടുപോയി മരുഭൂമിയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ അതനുസരിക്കാനും അത് ശിരസാവഹിക്കാനും കാണിച്ച മനസ്സ്, ആ ഒരു ത്യാഗം അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഏത് പ്രതിസന്ധികളും വരുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്യാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന മകനോ മകളോ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുന്ന വലിയ വലിയ പരീക്ഷണങ്ങൾ, നമ്മുടെ തലക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് തരണം ചെയ്ത് അതിൽ വിജയിച്ച് ക്ഷമിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടിയെടുക്കാനുള്ള ഈമാനികമായ കരുത്ത് വേണം. അതിനാണ് ഈ മാസത്തിൽ ഈ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട് ചേർത്തിയിട്ട് തന്നെ ഇങ്ങനൊരു വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു വൈമനസ്യവുമില്ലാതെ അതിന് മനസ്സ് കാണിച്ചു. അവസാനം ആ കുട്ടിയുടെ വളർന്നു വലുതായി അതിൻ്റെ കുസൃതിയും കൗതുകമൊക്കെ കുസൃതിയും വികൃതിയൊക്കെ കണ്ടു നിൽക്കുന്ന, കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഏതൊരു പിതാവും ഏതൊരു മാതാവും തൻ്റെ മക്കളുടെ വികൃതിയും കൊഞ്ചലുകളും അവരുടെ ആ ചിരികളികളൊക്കെ മണിക്കൂറുകളോളം കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ആ പ്രായത്തില് മകനെ ബലി കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനരായ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രയാസവുമില്ലാതെ അതിനു വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ഒരു എതിർപ്പുമില്ലാതെ അതിനു വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. തടസ്സമായി വന്ന ഇബ്ലീസിനെ കല്ലെറിഞ്ഞോടിക്കുകയും 1 തവണയല്ല 3 തവണ കല്ലെറിഞ്ഞോടിക്കുകയും അതിലൂടെ അതുല്യനായ മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ അവരെ സ്മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സ്മരിക്കപ്പെടാനുണ്ടായ 2 കാരണങ്ങൾ. ഒന്ന്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്. രണ്ടാമത്തത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതു പരീക്ഷണങ്ങൾ വന്നപ്പോഴും അവിടെ തരണം ചെയ്തു, ആ പരീക്ഷണങ്ങളിലേക്ക് വിജയിച്ചു, ഒരു നിലക്കും പതറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിജയിക്കാൻ സാധ്യമാകണമെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മഹാന്മാരൊക്കെ വിജയിച്ച കാര്യങ്ങൾ, അതിൽ ഒന്ന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. രണ്ടാമത്തേത് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ആ പ്രധാനപ്പെട്ട ദുആ നമ്മൾ പറഞ്ഞു. ഒന്ന്, ജ്ഞാനങ്ങൾ നൽകണേ എന്നുള്ളത്, അറിവ് നൽകണേ, ഹിക്മത്ത് നൽകണേ എന്നുള്ളത്. രണ്ടാമത്തത്, മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളോടുകൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത്, എൻ്റെ കാലശേഷം എന്നെക്കുറിച്ച് ചീത്ത പറയുന്ന ഒരു സാഹചര്യമോ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് നിലനിർത്തണം എന്ന രൂപത്തിൽ മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യണം. നമ്മളും അതുപോലെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ലത് പറഞ്ഞാൽ മരണപ്പെട്ടതിന് ശേഷം നമ്മെക്കുറിച്ച് നല്ലത് പറയുമ്പോഴുള്ള നേട്ടം എന്താണ് ഇൻഷാ അല്ലാഹ് വഴിയെ പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരു വലിയ പ്രവാചകൻ, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സ്മരണകൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ എൻ്റെ കാലശേഷം, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്നെക്കുറിച്ച് ലിസാന സിദ്ഖ്, നല്ല സംസാരങ്ങൾ ഉണ്ടായിരിക്കണം, ആളുകൾ നല്ലതെന്നെ കുറിച്ച് പറയണം എന്ന് മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് കൊതിച്ചത്? അല്ലെങ്കിൽ നമ്മളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യണേ, അല്ലാഹുവേ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ദുആ ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ നല്ലത് പറയുന്നത് കൊണ്ട് അവർക്ക് ഗുണം ഉണ്ട് എന്നുള്ളതാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ ആ നല്ലത് പറയുന്നത് കൊണ്ട് ഗുണം ഉണ്ട് എന്നുള്ളതാണ്. മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കല് ഒരു ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളൊക്കെ ആ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു, പ്രശംസിച്ചു കൊണ്ടിരുന്നു.
അപ്പോൾ പ്രശംസിച്ചത് കൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു. നല്ല കാര്യങ്ങൾ ഒരു മയ്യത്ത് കൊണ്ടുപോകണം. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളൊക്കെ നല്ല കാര്യങ്ങൾ, അയാൾ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, അയാൾ നല്ലോണം സ്വതക്ക ചെയ്തിരുന്നു, പള്ളികൾക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലോണം അധ്വാനിച്ചിരുന്നു, ഏത് സമയത്തും പള്ളിയിലായിരുന്നു, ആളുകൾക്ക് അയാളോട് ഒരു വെറുപ്പില്ല, ഇന്ന് വരെ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ അയാൾ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ നല്ലത് പറയാൻ തുടങ്ങി ജനങ്ങള്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു ജനാസ, ഒരു മയ്യത്ത് ഇതിലൂടെ കൊണ്ടുപോകണം. ആ സമയത്ത് ആളുകൾ അയാളെക്കുറിച്ച് മോശപ്പെട്ടത് സംസാരിക്കാൻ തുടങ്ങി. അയാൾ പോയത് നന്നായി, അയാളെ ആ വീട്ടുകാരെ ഏത് രൂപത്തിൽ ദ്രോഹം ചെയ്തിരുന്നെന്നറിയോ? ഒരു 5 ക്യാഷ് അയാളെ കയ്യിൽ നിന്ന് കിട്ടൂല. എത്ര സമ്പത്ത് ഉണ്ടായിട്ടെന്താ, ഇപ്പൊ എന്തായി? ഇങ്ങനെ അയാളെക്കുറിച്ച് നല്ലതല്ലാത്തത് പറയാൻ തുടങ്ങി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞു. വജബത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി എന്നാണ് അർത്ഥം. അപ്പൊ മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കണേ, മാ വജബത്ത്, എന്താണ് ഈ വജബത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാളെ കുറിച്ച് ആളുകൾ നല്ലത് പറഞ്ഞു, അപ്പൊ അയാൾ നന്മക്ക് അർഹരാണ്. അതായത് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അയാൾക്ക് നിർബന്ധമായി എന്നാണ് അതിന്റെ അർത്ഥം. മറ്റാളെ കുറിച്ച് ആളുകൾ മോശപ്പെട്ടതാണ് പറഞ്ഞത്, അപ്പൊ അയാൾ അതിനാണ് അർഹമായത്. അതുകൊണ്ട് നരകം അയാൾക്ക് നിർബന്ധമാണ് എന്നതാണ് അതിനർത്ഥം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. നമ്മൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ നന്മകൾ എടുത്തു പറയുക എന്നുള്ളതാണ്. ഉദ്കുറു മഹാസിന മൗതാക്കും, മരണപ്പെട്ട ആളുകളുടെ നന്മകൾ എടുത്തു പറയുന്നത് അത് അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. അപ്പൊ നന്മകൾ എടുത്ത് പറയാം, അത് പുണ്യകരമായ കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെയൊക്കെ മദ്ഹകൾ പറയല് നല്ല പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. പ്രധാനമായി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരം നന്മ പറച്ചിലുകള് അതവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ഏതൊരു ആളും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പ്രവർത്തനങ്ങളില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പ്രവർത്തനങ്ങളുണ്ടോ? ഇതാ മാത്തൽ ഇൻസാനു ഇൻഖതഅമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓന്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ മുറിഞ്ഞു കിടക്കും. ഇനി ഓൻക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മരണപ്പെട്ടതിന് ശേഷം ഓൻക്ക് എന്തെങ്കിലും അമല് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ കൊണ്ട് അവൻക്ക് ഗുണം ലഭിക്കും. അതേതാ 3 കാര്യങ്ങൾ? ഒന്ന് സ്വതഖത്തിൻ ജാരിയ, ജാരിയായ സ്വതഖ. നമ്മുടെ പള്ളികള്, മദ്രസകള്, ദഅ്വാ കോളേജുകള് ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് കൊടുത്ത ആളുകൾ, അതൊക്കെ ജാരിയായ സ്വതക്കയാണ്. ഒരാളൊരു 1000 രൂപയോ 2000 രൂപയോ പള്ളി നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നാളത് ഖബറിലേക്ക് ഉപകരിക്കും. ഇപ്പൊ നമ്മുടെ ദർസിലേക്കൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവർ, അവര് ആ ഇൽമിന്റെ മേഖലയിൽ സഹായിക്കുന്ന മുതഅല്ലിമീങ്ങള് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെസ്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം മരണപ്പെട്ട് കഴിഞ്ഞാലും ആ മുതഅല്ലിം അത് ഓതി പഠിക്കുന്ന കാലത്തോളം ലഭിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ നന്മകൾ ചെയ്യുമ്പോൾ ജാരിയായ സ്വത്തുക്കളെ അവരുടെ ഖബറിൽ അത് ഉപകരിക്കും. പിന്നീട് അത് ആളുകൾ ഓർക്കാൻ കാരണമാകുന്നുള്ളതാണ്, അല്ലേ? അതേപോലെ തന്നെ അവന് ആർജിച്ചെടുത്ത ഇൽമ്, അപ്പോ അത് അവരുടെ ശിഷ്യന്മാരിലൂടെ, നമ്മളിപ്പോ ഇൽമ് പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് അറിവ് പകർന്നു കൊടുത്ത ശിഷ്യന്മാരിലൂടെ അവരുടെ ഉസ്താദുമാർ സമൂഹത്തിൽ എന്നും ആദരിക്കപ്പെടുന്നു. അങ്ങനെ അവരും ശിഷ്യന്മാരിലൂടെ ജീവിക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വലദിൻ സ്വാലിഹിൻ യദഊ ലഹു, മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടായിരിക്കുക എന്നുള്ളത്. നല്ല മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾ കാരണമായിട്ട് നമ്മൾ ഓർക്കാൻ കാരണമാകും. നല്ല മക്കളുടെ അവസ്ഥ അതുപോലെ തന്നെ അവരുടെ ദുആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. അവരുടെ നല്ല പ്രവൃത്തിയിലൂടെ അവർ മാതാപിതാക്കളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുന്നു, അല്ലേ? നല്ലത് പറയിക്കുന്നു. അവർ ഏതു നല്ല കാര്യം ചെയ്യുമ്പോഴും വാപ്പ ഉമ്മയുടെ പേരിൽ ചെയ്യുന്നു. അങ്ങനെ മക്കളിലൂടെ ഇന്നും മാതാപിതാക്കൾ ജീവിക്കുന്ന എത്രയോ മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്. പല
ആളുകളും വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. അത് അവരുടെ ഖബറിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ചീത്ത മക്കളുണ്ടായാൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് ആളുകൾ പരിതപിക്കും. ആ മാതാപിതാക്കൾക്ക് ഇവൻ ജനിച്ചല്ലോ എന്ന് ആളുകൾ പറയും. അപ്പോൾ മാതാപിതാക്കൾക്ക് ചീത്ത പേരുണ്ടാകും. അപ്പൊ നമ്മുടെ കാലശേഷം ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ കാലശേഷം നമ്മളെ ഓർക്കാനുള്ള 3 കാര്യങ്ങളാണ്. 1, ജാരിയായ സ്വതക്ക ഉണ്ടായിരിക്കുക. 2, നമ്മൾ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. 3, നല്ല മക്കളുണ്ടായിരിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ കാലശേഷം നമ്മെ ഓർക്കാൻ കാരണമാകും. എന്തേ നമ്മുടെ കാലശേഷം നമ്മെ ഓർത്താൽ എന്താ നേട്ടം? അത് നമുക്ക് പരലോകത്ത് പാരത്രിക ലോക ഗുണം വിജയിക്കാൻ, പാരത്രിക ലോകം വിജയിക്കാൻ കാരണമാകും. അപ്പൊ ഖബറിൽ നമുക്ക് രക്ഷയുണ്ടാകും അല്ലെ? നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നമ്മളെ കുറിച്ച് ഓർത്ത് അവരെന്തെങ്കിലും ചെയ്യണം, നന്മകൾ പറയണം, അവര് നമ്മുടെ പേരിൽ നമ്മുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദർസിലെയോ യതീമിനൊക്കെ സഹായിക്കണം. അപ്പൊ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണം. അപ്പൊ അവര് അതിലൂടെ നമ്മെ ജീവിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. അങ്ങനെയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കേൾക്കുന്നു, നിങ്ങളതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക. പള്ളി, ദർസ്, ഇങ്ങനെ ദീനിന്റെ സംരംഭങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. കിണർ കുഴിച്ചു കൊടുക്കുക. അതൊക്കെ ഹദീസിലുണ്ട്. അതിൻ്റെ എത്രയോ ഹദീസുകളുണ്ട്. ഞാൻ എൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല നേത്തരം പ്രവൃത്തി ഏതാണ്? എൻ്റെ ഉമ്മാക്ക് അത് കാലാകാലം ഖബറിൽ ഉപകരിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു സ്വഹാബി മുത്തുനബിയോട് ചോദിച്ചപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞത് ഒരു കിണർ കുഴിക്കാനാണ് പറഞ്ഞത്. നമുക്ക് കിണർ കുഴിച്ചു കൊടുക്കാം. അതിന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിലൊക്കെ വാട്ടർ കൂളർ സംവിധാനങ്ങൾ വെച്ചു കൊടുക്കാം. ദാഹിച്ച് വലഞ്ഞു വരുന്ന യാത്രക്കാരുണ്ടാകും. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ആശ്വാസത്തിന്റെ തെളിനീർ കുടിക്കാൻ ഫിൽട്ടർ സംവിധാനമുള്ള കൂളർ വെച്ച് കൊടുക്കാം. അതൊക്കെ കാലാകാലം നമ്മുടെ ഖബറിലേക്ക് അണമുറിയാതെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദർസിലേക്കൊക്കെ സ്ഥിരമായി സഹായിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം കൃത്യമായി അവരുടെ ഖബറിൽ ഉപകരിക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പൊ നമുക്കൊരു യതീമും കൂടെ നമ്മുടെ ദർസിലുണ്ട്. യതീമിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുക, നല്ല പ്രശംസകൾക്കിടയാകുന്ന പെരുമാറ്റങ്ങൾ, സമീപനങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ജനങ്ങളെ ഒരാളെയും ഒരു കാരണവശാലും വെറുപ്പിക്കരുത്, അവരുമായി ഒരു കാരണവശാലും അകലരുത്. മരണശേഷം നല്ലത് പറയിപ്പിക്കണം. അത് മലക്കുകൾ എഴുതും. അപ്പോൾ റബ്ബിന്റെ അടുക്കൽ നല്ലവരാകും. അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്.